ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 32:7 വായിക്കുന്നു. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്ഷമയുടെയും ദൈവാശ്രയത്തിൻ്റെയും ഭാഗ്യാവസ്ഥ നന്നായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഒരു പശ്ചാത്താപ സങ്കീർത്തനമായി ഇത് പാപം കൈകാര്യം ചെയ്യപ്പെടുകയും തന്മൂലമുണ്ടാകുന്ന ദുഃഖം ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ പാപപ്രവൃത്തിയിൽ താൻ പശ്ചാത്തപിക്കുകയും കർത്താവിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. തന്മൂലം ദാവീദ് പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ്. ദുഷ്ടൻ, പാപി, പരിഹാസി തുടങ്ങിയവരുടെ ആലോചനയിലും വഴിയിലും ഇരിപ്പിടത്തിലും എത്തപ്പെടാതെ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുകയും വചനത്തെ രാപകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന് 1-ാം സങ്കീർത്തനം പറയുന്നു. എന്നാൽ ഈ ഭാഗ്യാവസ്ഥയിൽ എത്തപ്പെടാതെ ഒരു വ്യക്തി പാപത്തിൽ വീണുപോയാൽ അവിടെ നിന്നും അനുഗ്രഹിക്കപ്പെടുവാനുള്ള മാർഗം ഈ സങ്കീർത്തനത്തിൽ കാണുന്നു. ദൈവത്തിനോ മനുഷ്യനോ എതിരെയുള്ള ഏത് പാപത്തിൻ്റെയും ക്ഷമ ദൈവത്തിൽ കണ്ടെത്തേണ്ടതാകുന്നു. മറഞ്ഞിരിക്കുന്നതും ഏറ്റുപറയാത്തതുമായ പാപമുഖാന്തരം വളരെ വേദന അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ദാവീദ് വെളിപ്പെടുത്തുന്നു. പാപം ഏറ്റുപറയാതെ മൗനമായിരുന്ന അവസ്ഥയിൽ രാവും പകലും ദൈവത്തിൻ്റെ കരം ദാവീദിന്റെ മേൽ ഭാരമായിരുന്നു. നിത്യമായ ഞരക്കത്താൽ തൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയതായും തൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ തൻ്റെ അകൃത്യം മറച്ചുവെക്കാതെ തൻ്റെ പാപത്തെ അഥവാ ലംഘനത്തെ ദൈവത്തോട് ഏറ്റുപറയുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അവൻ്റെ പാപത്തിൻ്റെ കുറ്റം ദൈവം ക്ഷമിച്ചു കൊടുത്തു. ദൈവത്താൽ മാപ്പ് ലഭിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളും അവർക്കുള്ള സംരക്ഷണവും തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പാപം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം മറവിടമായി കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കുന്നവനായി രക്ഷയുടെ ഉല്ലാസം കൊണ്ട് ചുറ്റിക്കൊള്ളുന്നവനായി അനുഭവപ്പെടുവാനിടയായി. ഒരവസരത്തിൽ പീഡനം അനുഭവപ്പെട്ട അതേ മനുഷ്യൻ അകൃത്യത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവത്തിൽ അഭയം കണ്ടെത്തുന്നു. പ്രിയ ദൈവവേദലേ, നാം പോകേണ്ട വഴി നമ്മെ ഉപദേശിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയും ദുഷ്ടന്റെ അധീനയിലായിരിക്കുന്ന ഈ ലോകത്തിൽ പാപത്തിൽ അകപ്പെട്ടു പോകാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ഏറ്റുപറയാത്ത പാപപ്രവർത്തികൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും.